പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ജൂലൈ മാസം 12-ാം തീയതി വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കൃപയാൽ നാം ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 17-ാം വാക്യം. ജെറമ്യ ചാപ്റ്റർ 17 വേഴ്സ് 17 നാം ഇങ്ങനെ വായിക്കുന്നു: നീ എനിക്ക് ഭയങ്കരനാകരുതേ, അനർത്ഥ ദിവസത്തിൽ എൻ്റെ ശരണം നീയല്ലോ. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം ആരംഭിക്കുന്നത് ഇസ്രയേലിന്റെ പാപം, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രയേൽ ജനതയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനത്തോടെയാണ്. തുടർന്ന് ദൈവത്തിന്റെ ജനം ദൈവത്തെ വിട്ട് അശേര പ്രതിഷ്ഠകളുടെ പിന്നാലെ പോയതിനാലും യഥാർത്ഥ സത്യദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനാലും അവർക്കുണ്ടാകുന്ന വലിയ പ്രതികൂലത്തെക്കുറിച്ച് വിവരിക്കുന്നു. ദൈവജനം എങ്ങനെ ആയിരിക്കണം? ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ ആകണം എന്ന് വ്യക്തമായി പറയുന്നു. എന്നാൽ അവർ അങ്ങനെ അല്ലായികയാൽ അവർ ശാപത്തിനും ദൈവകോപത്തിനും ഇടം പിടിക്കും എന്ന് പറയുന്നു. ധനം തേടിപ്പോകുന്നവർ തന്റേതല്ലാത്ത മുട്ടയ്ക്ക് പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷിക്ക് തുല്യമായി പ്രവാചകനിൽ കൂടെ ഇസ്രയേൽ ജനത്തോട് ദൈവിക ദൂത് അറിയിക്കുകയാണ്. മാത്രമല്ല, ദൈവത്തിൽ നിന്നും അകന്നുപോയാൽ ഒരു വിധത്തിലും മടങ്ങി വരുവാൻ കഴിയുകയില്ല. ഇങ്ങനെയുള്ള ദൂതുകൾ അവർക്ക് നൽകി അവർ സൗഖ്യം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം എന്നുള്ള വലിയ ആഹ്വാനം പ്രവാചകനിൽ കൂടെ നൽകുമ്പോൾ ഇതാ അത് കേട്ട് മനം നൊന്ത ഒരു കൂട്ടം ആളുകൾ പറയുന്നു: നീ എനിക്ക് ഭയങ്കരൻ ആകരുത്. കാരണം എന്റെ അനർത്ഥ ദിവസത്തിൽ നീ മാത്രമേ എന്റെ ശരണമായിട്ടുള്ളൂ, വേറെ ആരും എനിക്ക് ശരണമായിട്ടില്ല. അതുകൊണ്ട് ഈ മേൽ പറയപ്പെട്ട വിധത്തിൽ പ്രവാചകനിൽ കൂടെ അരുളപ്പാട് നൽകിയതുപോലെ അവിടുന്ന് ഭയങ്കരനായി മാറരുത്. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്കെതിരായി ഈ നിലയിൽ ഭയങ്കരനായി മാറിയാൽ ഞങ്ങൾ പിന്നെ ആരിൽ വിടുതൽ പ്രാപിക്കും? എവിടെ ശരണം പ്രാപിക്കും? ഞങ്ങൾക്കെങ്ങും വിടുതൽ ഉണ്ടാവുകയില്ല. ഞങ്ങളുടെ അനർത്ഥത്തിൽ അവിടുന്ന് മാത്രമാണ് ഞങ്ങളുടെ ഏക ശരണവും രക്ഷയും. പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും നമ്മുടെ ആരോഗ്യത്തിൽ, കഴിവിൽ, സാമ്പത്തിക സമൃദ്ധിയിൽ, കുഞ്ഞുങ്ങളുടെ നന്മയിൽ, നമുക്കുള്ള സാഹചര്യങ്ങളുടേതായിട്ടുള്ള സഹായങ്ങൾ, ഇൻഫ്ലുവൻസ്, ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ പലപ്പോഴും ദൈവമില്ലെങ്കിലും, ദൈവത്തോട് ബന്ധം പുലർത്തിയില്ലെങ്കിലും എനിക്ക് നിൽക്കുവാൻ കഴിയും, മുൻപോട്ട് പോകുവാൻ കഴിയും എന്നൊക്കെ ഒരു തോന്നൽ മനസ്സിൽ വന്നേക്കാം. ഇത് ഒരു പരിധിയോളം മനുഷ്യരിൽ ഒരു സാമ്പത്തിക ഉന്നമനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു തോന്നലാണ്.
അതിന്റെ ഉത്തമ ഉദാഹരണമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു ഉപമയായി പറഞ്ഞ ഒരു പിതാവിന്റെ 2 ആൺമക്കളിൽ ഇളയ മകന്റെ ഉപമ. സമ്പത്ത് കിട്ടിയപ്പോൾ കുടുംബം വേണ്ട, പിതാവ് വേണ്ട, ആരും വേണ്ട. എന്നാൽ അവൻ നഷ്ടപ്പെട്ടപ്പോൾ മനസ്സിലായി, അതെ, എന്റെ നഷ്ടം വലുതാണ്. എന്നെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ ആരുമില്ല എന്നുള്ള തിരിച്ചറിവ് ആ മകൻ ഉളവായതായും മടങ്ങി വന്നതായും നാം വചനത്തിൽ വായിക്കുന്നു. അതെ പ്രിയമുള്ളവരെ, നമ്മിൽ പലപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചിന്തകൾ വന്ന് അത് വല്ലാതെ വളർന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഓർക്കണം, നാശത്തിലേക്ക് അടുക്കുകയാണ്. ദൈവമല്ലാതെ നമുക്കൊരു ശരണമില്ല, രക്ഷയില്ല. നാം കരുതും നമ്മുടെ ചുറ്റുപാടുമുള്ളവർ എന്നും കാണും, എന്നും കരുതും, എന്നും സ്നേഹിക്കും. എൻ്റെ കൂട്ടായ്മക്കാർ, എൻ്റെ ഉറ്റ ചങ്ങാതിമാർ, എൻ്റെ രക്തബന്ധങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ. പക്ഷേ ഇവരൊക്കെ ഉണ്ടാവും ഒരു പരിധി വരെ മാത്രം. ജീവിതത്തിന്റെ വളരെ കല്ലും മുള്ളും നിറഞ്ഞ അനുഭവം വരുമ്പോൾ അവരവർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് ഞാനും നിങ്ങളും എപ്പോഴും ഓർക്കണം. എന്നാൽ ഏതെല്ലാം കല്ലും മുള്ളും നിറഞ്ഞാലും, വളരെ പ്രതികൂല അവസ്ഥ വന്നാലും, നമുക്ക് ഏത് സമയത്തും ശരണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം സമീപസ്ഥനായി ഉണ്ട് എന്ന് ഒരു വിധത്തിലും, ഒരു കാരണവശാലും, ഒരു സാഹചര്യത്താലും ഞാനും നിങ്ങളും മറന്നു പോകരുത്. ഒരിക്കലും ദൈവത്തെ വിട്ട് പിന്മാറുകയും ചെയ്യരുത്. അതുകൊണ്ട് വചനം പറയുന്നു, അവിടുന്ന് എന്നോട് ഈ നിലകളിൽ ഭയങ്കരനാകരുത്. ഇസ്രായേൽ ജനത്തിന്റെ അപേക്ഷയാണ്, കരച്ചിലാണ്. കാരണം ശത്രു വരുമ്പോൾ അങ്ങയിലല്ലാതെ വേറൊരിടത്തും എനിക്കൊരു ആശ്രയമില്ല, അഭയസ്ഥാനം ഇല്ലേ ഇല്ല. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ പണം ഇല്ലാതെ പോകും, ആരോഗ്യം ക്ഷയിക്കും, കഴിവും പ്രാപ്തിയും മന്ദീഭവിക്കും, ആൾബലം കുറയും, സഹായഹസ്തങ്ങൾ നിന്നു പോകും. ഇന്ന് നമ്മോടുകൂടെ ഉണ്ടെന്ന് തോന്നുന്ന അനേകർ നമ്മെ അറിയാത്ത വിധത്തിൽ വിട്ട് മാറിപ്പോകും. അങ്ങനെ അവസാനം നമ്മൾ ഏകനായി വേദനയിലും നിരാശയിലുമാകുമ്പോൾ ഒരു സത്യം തിരിച്ചറിയും. എന്നെ കരുതുവാനും കാക്കുവാനും ഏത് അവസ്ഥയിലും കൂടെ നിൽക്കുവാനും സ്വർഗത്തിലെ ദൈവം മാത്രമേ ഉള്ളൂ എന്ന്. അതേ പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ വേദനകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വിഷമതകൾ ദൈവത്തോട് ഇറക്കി വെക്കുക. നമ്മുടെ നന്മയിലും ആരോഗ്യത്തിലും അഭിവൃദ്ധിയിലും ദൈവത്തെ വിട്ട് പോകരുത്. ദൈവത്തോട് ചേർന്ന് തന്നെ നിൽക്കുക. കാരണം ഇന്നത്തെ വാഗ്ദത്ത വചനം അത് നമ്മെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു വ്യക്തിയിലും, ഒരു കൂട്ടരിലും, ഒരു കൂട്ടായ്മയിലും, ഒരു സഭയിലും രക്ഷയില്ല, വിടുതലില്ല, ശരണമില്ല. പല കാരണങ്ങൾ പറഞ്ഞ് നമ്മെ ഒഴിവാക്കും, ഒറ്റപ്പെടുത്തും. എന്നാൽ ആരെല്ലാം തള്ളിയാലും തള്ളാത്ത ദൈവമാണ് നമ്മുടെ ഏക ആശ്രയം, ഏക ശരണം. ആ ദൈവം ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഏവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ സ്വർഗം മാനിക്കട്ടെ. നിങ്ങളുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വിടുതല് ആഗ്രഹിച്ച് നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ തമ്പുരാൻ വിടുതലും അനുഗ്രഹവും അയക്കട്ടെ. അങ്ങനെ പരിപൂർണമായി കർത്താവിൽ ശരണപ്പെടുകയും കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് മുൻപോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കുകയും ചെയ്യട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഏറെ സഹായിക്കുമാറാകട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ മാസത്തിന്റെ മറ്റൊരു പുതുദിനത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് പ്രവേശിപ്പിച്ചുവല്ലോ. ഞങ്ങൾ അങ്ങയിൽ നിന്ന് മാറുമ്പോൾ, അകലുമ്പോൾ, അവിശ്വസിക്കുമ്പോൾ, പിന്മാറുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് ഭയങ്കരനായി തീരുമെന്ന് വചനത്തിൽ കൂടെ ഇന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയല്ലോ. എന്നാൽ അവിടുന്ന് ഞങ്ങളോട് ഭയങ്കരനായാൽ ഞങ്ങൾക്ക് ശരണപ്പെടുവാൻ, ആശ്രയിക്കുവാൻ മറ്റൊരിടമില്ല എന്ന് ഇതാ ജനം അങ്ങയോട് നിലവിളിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണം, പോരായ്മകളെ നികത്തണം. ഞങ്ങളോട് ഒരു വിധത്തിലും ഭയങ്കരത്വത്തോടെ ഇടപെടാതെ വണ്ണം ദൈവകൃപയിൽ ഞങ്ങളെ നിർത്തണമേ. സ്വർഗീയ ആശ്വാസം ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അവിടുന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ആശ്രയം എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ അങ്ങയിൽ അടിയുറച്ച് വിശ്വസിച്ച് പരിപൂർണമായി ആശ്രയിച്ച് പ്രാർത്ഥനയോട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, സ്വർഗത്തിലെ ദൈവം ഒരിക്കലും നമുക്ക് നേരെ ഭയങ്കരനാകുവാനുള്ള അവസരം നാം ഒരുക്കരുത്. ദൈവത്തിൽ നിന്നും അകലരുത്. ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ഏത് സാഹചര്യത്തിലും നമ്മളോട് കൂടെ നിൽക്കുന്ന ഈ നല്ല ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ യാത്രകൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ സകലരെയും സർവശക്തനായ ദൈവം അനുഗ്രഹത്തോടെ പരിപാലിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും നിങ്ങളോട് കൂടെ എല്ലായ്പ്പോഴും ഇരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.